DNL ഇവിടെ ഫ്രണ്ടിൽ വാ, മീറ്റിംഗ് ഏരിയയിൽ വാ. അല്ല വേറെന്തോ ഇവിടെ പപ്പുനെന്തോ സിറ്റുവേഷൻ പറഞ്ഞിട്ട്. പപ്പുനെന്താ സിറ്റുവേഷൻ? കൂൾ ഡൗൺ ഉണ്ടോ DJ ആയിട്ട്? കൂൾ ഡൗൺ ഒന്നുമില്ല. എന്താ പപ്പു എന്താണ്? എനിക്കറിയത്തില്ല. വേറെ ഇല്ല ഒന്നുമില്ല. ഞാൻ പപ്പുനെ പിക്ക് കിട്ടതായിരുന്നു. കേറ് റാമ്പോ കേറ്. പപ്പയുടെ എന്താ സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്തത് ഒന്നും നോക്കണ്ട. പുറത്തെ സാറ്റ് നമ്മൾ നോക്കണ്ട കേട്ടോ ശരിക്ക് തൽക്കാലം. എന്താ സിറ്റുവേഷൻ ആണെങ്കിൽ കുറിപ്പ് എന്താ പറഞ്ഞ? ഇത് സിറ്റുവേഷൻ ആരാന്ന് അറിയത്തില്ല. TJ ആണെന്ന് തോന്നുന്നു. പപ്പു നീ എവിടെടാ? ആരടാ പോകുന്നത്? മാക്കാണോ അത് മേലെ? ചുമ്മാ ഒന്ന് പോണേടാ. എന്ത് പറയാനാ ഇതിനൊക്കെ? എവിടെ ചുമ്മാ കൊണക്കുന്ന കേട്ടാ, ഒരു കാര്യമില്ലാതാ. മേക്ക എന്തിനാണ് പൊന്ന മേക്ക? ആ ദൈവത്തിനെ വരെ കൊന്നു. എന്തിനാണ് ഒന്ന് കൊണക്ക്? അഡ്മിനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറയാം. TJ കൊണച്ച് ഓക്കെ അമ്മമാരടുത്ത്. എവിടെ ലൊക്കേഷൻ? മുതുക്ക് റിപ്പയറാ. ഇറങ്ങി അതൊക്കെ ഒരു മിനിറ്റ് ആരെങ്കിലും പുറത്തിറങ്ങിട്ട് ഔട്ട്ഗോളോട് എല്ലാവരും ഉള്ളവരെടുത്ത് സിറ്റി കയറാൻ പറ. എല്ലാരോടും കയറാൻ പറ. ഇറങ്ങിയോടൊക്കെ തിരിച്ചു കയറാൻ പറ. എവിടെ ഒരു ശിഖണ്ഡി ആയിട്ടുള്ള മറ്റേ TJ ഇല്ലേ, എവിടെയോ കണ്ട് അതുപോലെ തോന്നി, അതുകൊണ്ട് പറഞ്ഞാണേ. എവിടെ നോക്കട്ടെ? നീ പിങ്ങിട്ടാണ്. അല്ല ഞാൻ അവിടെ ഉണ്ട്, റിപ്പയറിലുണ്ടേ. നമ്മളുണ്ട് റിപ്പയറില്. നമ്മ റിപ്പയറിലുണ്ടല്ലോ. നീയാണോ ഈ വണ്ടി? പപ്പുവാണോ? ഞാൻ റിപ്പയറിൽ ഇതാ. നീ അവിടെ ഇപ്പൊ TV മണപ്പിച്ചു വരും ഉറപ്പാണേ. ഡൗട്ട് വേണ്ട, ഇപ്പൊ മണപ്പിച്ചു വരും. അയാളെ പറഞ്ഞില്ല, ഡ്രസ് ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേ അവന്മാര് വണ്ടി കയറ്റിയപ്പോ ആ വണ്ടി ഓടി ചത്ത്. ഞാൻ അപ്പഴേ സോറി പറഞ്ഞു. അപ്പഴാ ഏബിലെ കുണ്ണ വർത്താനം പറഞ്ഞ ഇപ്പൊ അല്ല കണക്കില്ലേ. ഞാൻ എന്നിട്ട് എന്റെ അവിടെ നിക്കാൻ പറഞ്ഞു ചാവുന്ന സിറ്റുവേഷൻ വന്നപ്പോ ഞാൻ തോന്നുന്നു. TV ഒന്നുമില്ലേ ഇപ്പൊ? ഇത് വേറെ ഇപ്പൊ സിറ്റുവേഷൻ TJ ആയിട്ടാണ് കേട്ടോ റാമ്പോ. വരോന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ ശരിക്കും നമുക്ക് ഇന്ന് വീണാം, നാളെ നോക്കാം. എല്ലാരോടും കയറാൻ പറ. നാളെ കൊണച്ചിട്ട് എന്താ ഇന്ന് നാളെ ഒന്നും ഇല്ല, മനസ്സിലായോ? അല്ല പപ്പുനെ വിളിച്ചാണ് കൊണച്ചിട്ട് ഇന്ന് നാളെ ഒന്നും ഇല്ല ഇവിടെ. ഇങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല, ഒക്കെ പണ്ട്. മനസ്സിലായോ? എനിക്ക് അറിയത്തില്ല. എവിടെയോ കണ്ട പോലെ തോന്നുന്നു. ഞാൻ അതാ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അതാണോ ആ പുണ്ടിയാണോ എന്ന് ഞാൻ ചോദിക്കുവായിരുന്നു അമ്മന്റെ അടുത്ത്. അല്ല പപ്പുനോട് എന്താ ആരാ പറഞ്ഞ? പപ്പുനോട് ആരാ കൊണച്ചത്? കൊണച്ചില്ല, അവനെ കണ്ട പോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചാണ്. രാവിലെ ഒരു താളമൊക്കെ പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ്. രക്ഷപ്പെട്ടുമ്പോ എന്തൊരു താളം പറഞ്ഞായിരുന്നു. എന്തൊരു താളം പറഞ്ഞു കേക്കട്ടെ? ഇല്ലേ ഇനി വരുമ്പോ എടുക്കാൻ ചോദിക്കേ എന്താന്ന് വെച്ച് നോക്കിക്കോളാം. ഇവിടെ ഇത് TV അല്ല, TJയുടെ വെച്ചടിച്ച് അവന്റെ ചപ്പാവിന്റെ അടിച്ചിരിക്കണ്ടേ നമുക്ക്? തിരിച്ചു കൊടുക്കണം. അത് ഉണച്ചിട്ടും അടിച്ചിട്ടും ഒക്കെ തന്നെ പോയാൽ മതി ഇവിടുന്ന്. അതൊക്കെ ഞാൻ പറയട്ടെ, ആള് ഉള്ള ആൾക്കാരെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഏത് കുണ്ണ വന്നാലും അടിച്ചിട്ട് പോയാൽ മതി. ഉള്ള ആൾക്കാരോട് പുറത്തുനിന്ന് കയറാൻ പറ. റൊസാരിയോ, പുറത്തുനിന്ന് ആൾക്കാരോട് കയറാൻ പറ. കേറിയാലും കയറിയില്ലേലും ഉള്ള ആൾക്കാരെ വെച്ച് അടിച്ചിട്ട് പോയാൽ മതി. മാലിക്കൊക്കെ ഇപ്പൊ പോയതുള്ളൂ. മാലിക്കിന്റെ അടുത്ത്
അല്ല ഷെയ്ക്ക് ഒന്ന് പറഞ്ഞേ. അയ്യോ പാപ്പേ തെറി പറയുന്നതിനായിരിക്കും മിക്കവാറും റാംബോ ഉണ്ടോ? 3 പേരുണ്ടല്ലോ. നിങ്ങളുടെ ഗ്യാങ് മെമ്പർ അല്ല റൊസാരി. അപ്പൊ ഈ ഗ്യാങ് സിറ്റുവേഷനിൽ റൊസാരി ഇടപെടത്തിരുന്നു. ഇനി അത് കണ്ടുകഴിഞ്ഞാൽ ഞാൻ റൊസാരിയെ ബാനടിക്കും. റൊസാരി ഇനി ഇവരുടെ ഗ്യാങ് സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ റൊസാരിക്ക് ഞാൻ പണിഷ്മെന്റ് വരും. അല്ല ഇപ്പൊ ഞാനത് കേട്ടല്ലോ. റൊസാരിയോ ആൾക്കാരെ വിളിച്ചു കയറ്റാണ്. ശരിക്കും അത് ശരിയല്ല. ഓക്കെ, ഇനി അത് കാണരുത്. വേറൊരു കാര്യം പറഞ്ഞേക്കുക. ഒരെണ്ണം ആട് പറയാണ്. ഇവന്മാര് അല്ല, നമ്മള് നേരത്തെ സംസാരിക്കാൻ വേണ്ടിട്ട് ആരോ റേഡിയോ കോൾ കൊടുത്ത് പോണുണ്ട്. ഇപ്പൊ കണക്ട് ഒക്കെ ഇട്ടേക്കണം, അതുകൊണ്ട് പറഞ്ഞതാ. നമുക്ക് നിന്ന് മനസ്സിലായി. ഒന്ന് കൈനിട്ട് എടുക്കാന്ന് പറ. എല്ലാ കുണ്ണാളും ഒരുമിച്ച് വന്നു. വന്നു പറഞ്ഞു തീരുന്നപ്പോഴത്തേക്ക് വന്നു. കോണയാവേ, മിക്കവാറും കോണയാവേ. എടാ എല്ലാരും പോസ്റ്റ് എടുത്ത് നിന്നോ, മിക്കവാറും കോണയാവേ. നേരത്തെ തുടങ്ങിയോ? ഞാൻ പറഞ്ഞെന്തിനറിയാമോ? പറഞ്ഞോ. ഇല്ല ഞാൻ പറയട്ടെ. അല്ല ഞാൻ ഇറങ്ങാം, ഇപ്പൊ ഇറങ്ങാം. ഒരു 5 മിനിറ്റ്. എല്ലാരും ഒന്ന് വിളിച്ചു കയറ്റ്. അതാ പറഞ്ഞ എടാ ഒരാൾ വണ്ടി ഒന്ന് വെച്ചാണ് അവിടെ. ആ വണ്ടി ഈ പിങ്ങിലുള്ള വണ്ടി പോലെ കേറാണ്. പണ്ട് മുടച്ചുള്ളവരുണ്ട്. നൈസടാ. ഹോസ്റ്റേജ് എടുത്തിട്ട് പോയാൽ മതിയേ ഡൗൺ ആവാണെന്നുണ്ടെങ്കിൽ. നൈസ്. ഇതെന്താ ശരി ഇത്ര EMS എനിക്കറിയില്ല, ഒരാളും വരുന്നില്ല. അതെ ഞാൻ നോക്കണേ. എടാ എല്ലാരും ഒന്ന് വന്നാണ്. ഈ പിങ്ങില് വാ. എടാ അതെ അമ്പത്തൂര്. എടാ ഞാൻ പറയട്ടെ, ഗ്യാങ് ഹൗസ് കൊണ്ടോ ഇവിടുന്ന്. അല്ലല്ല ഡെഡ് നമ്മുടെ ആളിനെ എന്തിനാ വെടിച്ചേർത്ത്? നിങ്ങളാളെ വന്നല്ലോ. ഹലോ നമ്മുടെ വെടിവെച്ച എന്തിനാ നിങ്ങൾക്ക്? നിങ്ങളെ ഫെയർ ചെയ്തില്ല. ആരെ ഫെയർ ചെയ്തേ?
എടാ ഒരു ഇത് എടാ ലിഫ്റ്റ് അപ്പ് ചെയ്താണ് എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാ, അത് മൈൻഡ് ചെയ്യണ്ട KVN കൊണ കേക്കണ്ട. എല്ലാരും തിരിച്ച് ഗ്യാങ് വാ, എല്ലാരും തിരിച്ച് ഗ്യാങ് ഹൗസിൽ വാ. എടാ എടാ ഇതെന്താ വണ്ടി കയറാൻ കഴിയത്ത്? എടാ എല്ലാരും ഗ്യാങ് ഹൗസിൽ വാ. ഇല്ല അവന്മാർക്ക് നമ്മളെ മണം പിടിച്ചത്. ഒറ്റ കാര്യമുള്ളൂ, ഗ്യാങ് ഹൗസിൽ വാ. അവിടെ ഇന്ന് സംസാരിച്ച് സിറ്റുവേഷൻ ആക്കണ്ട. അവന്മാർ എന്തോ ചോദിച്ചാലും ഒന്നും പറയണ്ട. ഗ്യാങ് ഹൗസിൽ വാ, വേറെ ഒന്നുമില്ല. ഗ്യാങ് ഹൗസിൽ വാ. ഫ്രസ്ട്രേറ്റഡ് കൊണ്ടാളാ. അതെ എങ്ങനെയെങ്കിലും ഇത് ആവണ്ടേ. എടാ ഒരാള് മറ്റേതുണ്ടെങ്കിൽ വെച്ചാണ് വണ്ടിയില്. ഹെൽത്ത് കിറ്റ്, ആർമർ ഞാൻ ഒരു കാര്യം പറയാം, ഇവനെ ബേൺ ചെയ്തെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ ആദ്യം ഇവനെ സോ വേറെ ഒരു ബോഡി എടുത്തു കേട്ടാ. ഇല്ലടാ, ആന അപ്പൊ തന്നെ ട്രാക്ക് ചെയ്തു. ദൈവം കണ്ടില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പോലെ ഒപ്പീനിയൻ ആരെടുത്ത് ചോദ്യം ഒപ്പീനിയൻ ആരും വാടക്കണ്ട. താഴെ കൊണ്ടുപോ, അവനെ ഹോസ്റ്റേജിനെ ഇതാക്കാം. ചന്ത സംസാരിക്കാതെ താഴെ വന്നിട്ട് കിടന്ന് കലവില കൂട്ടല്ലേ. എനിക്ക് അവന്റെ അടുത്ത് ആ പുണ്ടെടുത്ത് എനിക്ക് 2 ഡയലോഗ് പറയാനുള്ളത്. കൊണ്ടുപോവാ. ഒരു മിനിറ്റ്. 51 രൂപ ആ പാന്റ് ഒന്ന് ഊരിക്കടാ. ചില കാര്യങ്ങൾ മറക്കാൻ പാടില്ല. എന്നാ മറക്കൂലടാ, ഞാൻ എടാ നീ കൊണ വേണ്ട, മനസ്സിലായ? നീ നമ്മള് പറയണ കേട്ടാ മതി. നീ നമ്മള് പറയണ കേട്ടാണെങ്കിൽ നടന്നാ മതി. വന്ന് കേറ നീ കൊണയടിക്കണാടാ. വന്ന് കേറാ. റാംബോ ഷെയ്ക്രോ എന്ന് പറഞ്ഞേ. റാംബോ ഷെയ്ക്രോ പുള്ളിനെ കത്തിച്ചാണോ? ഹെൽപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇല്ല നമ്മള് പുള്ളിനെ കത്തിച്ചിട്ടില്ലല്ലോ. പുള്ളിനെ മാറ്റി എനിക്ക് പുള്ളിയുടെ POV ചെക്ക് ചെയ്യണം. ഇതൊന്ന് ഓൾഡാക്കി തരണം. ഒരു സെക്കൻഡ്. 51 ഞാൻ വിളിക്കുന്നുണ്ടേ. ഞാനൊരു കാര്യം പറയാം. അതാണെന്നുണ്ടെങ്കിൽ അവനോട് മര്യാദ സംസാരിക്കാൻ പറഞ്ഞ അഡ്മിനെ. അവനെ നിങ്ങൾ വിളിച്ചു കൊണ്ടുപോകുമ്പോ പിന്നെ ഓ മാസം അടിക്കാൻ പാടില്ല. ഒരു മിനിറ്റ്, ഇത് നിങ്ങൾ 2 സൈഡിലുമാണ് ഞാൻ പറഞ്ഞത്. പുള്ളി അത് നിങ്ങളുടെ അടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ട്. പുള്ളിയോട് പറയാനും എനിക്കറിയാം. നിങ്ങൾ എല്ലാരും സൈലന്റ് ആക്കി. എല്ലാരും നമ്മളെ സൈലന്റ് ആവും. ഞാൻ അവിടുത്തെ ഒന്നും വേണ്ടില്ല. ഞാൻ കാര്യം പറയട്ടെ. ഇവര് പറഞ്ഞ ദൈവം കണ്ടാൽ മാത്രമാണ് ഇത് മറ്റേ GR മേടിച്ചുള്ളൂ. ഇവര് പറയും GR അടിച്ചു അപ്പൊ തന്നെ കിട്ടി. ഇത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് GR അടിക്കുന്നത്. ഇനി കത്തിച്ചാൽ തന്നെ അത് വേറെ കാര്യം. അല്ല അത് വെരിഫൈ ചെയ്താണ്ട് ചിലപ്പോ GR അടിച്ചു വിടും. അതുണ്ടാവുക. അങ്ങനെ കത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് കുണ്ണയാണ് എന്നുള്ളത് എനിക്ക് അറിയണം. മനസ്സിലായ? ഞാൻ കണ്ടെന്ന് എനിക്ക് തോന്നണം. അപ്പാപ്പനാണെന്ന് തോന്നണം. ഞാൻ POV കണ്ടതാന്ന്.
ആര് കത്തിച്ചു? അല്ല ഓന്റെ POV ചെക്ക് ചെയ്യട്ടോ, ഓന്റെ POV വെരിഫൈ ചെയ്യട്ടെ. കയ്യിലെടുത്തിട്ടില്ല കുണ്ണേ. നീ കാണാത്ത കാര്യം പറയാ. ചീത്ത വിളിക്കല്ല ഗോഡ് കിക്ക് മിണ്ടായിരിടാ മുത്തേ. എടാ മിണ്ടായിരുന്നേ, സംസാരം മിണ്ടായിരുന്നേ. എടാ എല്ലാരും വാങ്ങിച്ചിരുന്ന അഭിപ്രായങ്ങളൊന്നും ആരും പറയാൻ നിൽക്കണ്ട ഇപ്പൊ തൽക്കാലം, മനസ്സിലായോ? കഴിയട്ടെ, സിറ്റുവേഷൻ കഴിയട്ടെ. വെയിറ്റ് ആക്ക്. അല്ലേ അല്ല ഇങ്ങോട്ട് ചോദിച്ചു വന്നതാ രാജുഭായി, ഇങ്ങോട്ട് ചോദിച്ചു വന്നതാ. എടാ പപ്പു എന്തെടാ വള്ളിയാക്കണ ഫ്ലഫി എന്താണെന്ന് എനിക്ക് ആരാണ് പേരൊന്നും പറയുന്നില്ല എനിക്ക് അറിഞ്ഞൂടാ. എടാ നീ അവിടുന്ന് വലി ഇല്ല ഞാൻ ഓൺ ഫുട്ട് എന്നെ ചുമ്മാ ഓടിച്ചിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഒരാള് പോയി നിർത്തടാ റേഡിയോ സംസാരം നിർത്തടാ. ഐക്യർ മാത്രം പോയി പിക്ക് ചെയ്തോ. വേറെ ആരോ പോയി. ഇല്ല ഞാനും മേക്കാ പോന്നെ ഞങ്ങള് നല്ല കാര്യം മേക്കെ. എനക്ക് വീഡിയോ തരാനായിട്ടുണ്ടായതാണ് നീ. ഫ്ലഫി ഡൗൺ ആയിടാ. ഫ്ലഫി ഡൗൺ ആയി തോന്നുന്നുണ്ട്. എന്ത് കൊതമ്പൊട്ടിയാതൻ അത് മിക്കാറും അല്ല പറയുന്നില്ല. എടാ ഇതിപ്പോ പോയിട്ട് എന്താ കാര്യം? ഫ്ലഫി ഡൗൺ ആയില്ലേ, പോയിട്ട് കാര്യം ഉണ്ടഞ്ഞേ. കുമാരൻ നമ്മളെ കണ്ടാലും ചിലപ്പോ മിക്കവാറും അടിക്കും, ബാക്കപ്പും ഉണ്ടാവില്ല. അൺവാണ്ടഡ് സിറ്റോ ഞാൻ പറയട്ടെ, അലയൻസ് ആണ് ഗൈസ്. അലയൻസ് മനസ്സിലായോ? അലയൻസ് അറിയില്ല, അത് ഡൗൺ ആയി തോന്നുന്നുണ്ട്. നമ്മളാണ്ട് പോയിട്ടില്ല, നമ്മൾ പൗതിക്കൊന്നും മടങ്ങി. കാരണം എന്താ വെച്ചാൽ അവിടെ ഇല്ല നോക്കിട്ട് നമ്മൾ എല്ലാരും പോണ്ടി വരും, മനസ്സിലായോ? എല്ലാരും വണ്ടി എടുത്ത് പറഞ്ഞ സമയത്തിന് എവിടുന്നാ ഡൗൺ ആയത് പറഞ്ഞേ? അവൻ മുതുക്ക് സസ്പെൻഷൻ വരെ കിട്ടും, മനസ്സിലായോ? ഇതിപ്പോ ഫ്ലഫിയുടെ അടുത്ത് എന്തൊരു കാണിച്ചിട്ട് അവന്മാര് ഇവിടെ കാണുന്നില്ല ഫ്ലഫീനെ. എന്താണ് എന്താ TV ഫിറ്റ് ചെയ്യുന്നതിന്റെ അടിയില് ഫ്ലഫി നമ്മളെ ഗാങ് ഡ്രസ് ആണത്. അവിടെ ഫ്ലഫി ഡൗൺ ആണ് തോന്നുന്നുണ്ട് കേട്ടോ. KV തന്നെയാണ് എടുത്ത് തോന്നുന്നുണ്ട്. പിള്ളേരെ ഇങ്ങോട്ട് വിളിച്ചാലോ? ഫ്ലഫി ഡൗൺ ആണ് തോന്നുന്നുണ്ട്. മുതുക്ക് പമ്പിന്റെ ഓപ്പോസിറ്റ് KVന്റെ വണ്ടിയാണ് ഫുള്ള് ചുറ്റിക്കണത്. അങ്ങോട്ട് അപ്പൊ KV ഹോസ്റ്റേജ് എടുക്കാൻ നിൽക്കണോ എടാ EMS വന്ന് പൊക്കി കൊടുക്കുന്നേ. അത് അമ്മര് മറ്റേ ഇത് ചെയ്യുവാ ഇപ്പൊ മറ്റല്ല TV എങ്ങനെ അടിക്കാം? TV ഓക്സിജൻ വണ്ടി എടുത്തിട്ട് കണ്ടി പോണായിരുന്നു.
എടാ ഈ കണ്ടികളൊക്കെ ഇവരെ ഹോസ്റ്റേജ് നമ്മളെ കയ്യിലുണ്ടായിട്ട് പിന്നെ എങ്ങനെ ഇവന്മാര് സിറ്റുവേഷൻ എടുക്കുക? മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. ഈ വണ്ടിയിലെടുത്ത് കേവിയുടെ ഗ്യാങ് വണ്ടി തോപ്പോന്ന് എടാ ടിവിനെ വിട് കേവിനെ പിടി. ആ ഫ്ലഫിനെ ഹോസ്റ്റേജ് എടുത്തവനെ പിടിയടാ. അവന്മാരെ പിടി. അവനെ പിടി ഇവനെ പിടി ഇവിടെ പിടി. ഈ വണ്ടി ഇല്ല ഞാൻ അടിക്കല്ല. അവന്മാരെ ഹോസ്റ്റേജ് ഇട്ട് എടാ ഞാൻ പറയട്ടെ, ഈ കുണ്ണകൾക്ക് ഇതേമാരിക്കത്തെ തോന്നിയ നിയമം കാണിക്കാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മക്ക് എന്താ ചെയ്തൂടെ? എടാ പച്ചവാണങ്ങളെ പച്ചത്തിട്ടങ്ങളെ പച്ച കണ്ടികളെ മയിരാള് എടാ ടി വി എങ്ങനെയാടാ ഇതിന്റെ ഇടയിൽ അടിക്കുന്നത്? ഉമ്മാരെ ഹോസ്റ്റേജ് നമ്മളെ കയ്യിലല്ലേ? ഇതെന്ത് പൂര പരിപാടിയാണിത്? തോന്നിയ നിയമം തോന്നിയ കളിയോ ഇവിടെ? കാണിക്കില്ലെന്ന് പറ, പപ്പീരെ അടുത്ത് പേര് കാണിക്കണ്ടെന്ന് പറ. നമ്മുടെ ഹെൽപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് മതി. എടാ അറിഞ്ഞ അടിക്കട എല്ലാ പൂരികളെ അടിക്കുക. അത് അറിഞ്ഞ അടിച്ചിട്ട് തീർത്തിട്ട് പോന്നാ മതി. മയിരാള് തോന്നിയ പോലെ കളിക്കുന്ന ഒരു കുണ്ണാൾ ഇവിടെ കളിക്കണ്ട. എന്ത് മയിലിനെ പിന്നെ നമ്മളൊക്കെ ഇവിടെ അവന്മാര് കേവിയും ടിവിയും പാടെ നിന്ന് അടിക്കാൻ നമ്മള് പിന്നെ എന്ത് ഉമ്പാനാണ് ഈ സെർവറിൽ കളിച്ചത് മയിര് ഇവിടെ? അടിയടാ എല്ലാരും അടി. ഇവിടുന്ന് ഇറങ്ങി പോയാലും വണ്ടിയിൽ മയിരാൾ അടിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി. തോന്നിയ മാതിരി കളിക്കാം മയിര്. പിന്നെ ഇവിടെ ഹോസ്റ്റേജ് ഉണ്ടായതുകൊണ്ട് പിന്നെ ഗ്യാങ് ഹൗസിന്റെ തന്നെ വേണം ഇവരെ അടിച്ചോ. എന്ത് മയിര് പരിപാടിയാണിത്? കോൾഡ് ഇട്ടാ പിന്നെ ഈ പറയുകൾക്ക് അറിയില്ല പിന്നെ ഇത് കളിക്കാൻ പാടില്ല എന്നുള്ളത്. എടാ നീ അങ്ങോട്ട് കേവിന്റെ ഗ്യാങ് ഹൗസിന്റെ അവിടെ വിട്ടാണ്. കേവി ഗ്യാങ് ഹൗസിന്റെ അവിടെ കുത്തിച്ചോ. ഒന്ന് എന്ത് വേണ്ടാന്ന് ഈ മയിരൊക്കെ തോന്നുന്ന മാതിരി കളിക്കുന്നുണ്ട്. പിന്നെ എന്താണ് നമുക്ക് കളിച്ചൂടെ ഇതൊക്കെ? മയിര് തോന്നിയ പോലുള്ള കളി പൂറ്. ഉമ്മാർക്ക് എന്തും ചെയ്യാന്നോ മയിര് കളി. ടീം ഫയറാ. അല്ല ഇതൊക്കെ അഡ്മിൻസ് കണ്ടോണ്ട് നിന്നിട്ട് പിന്നെ ഇതിനൊന്നും ഇല്ലേ? എല്ലാത്തിനും അടിച്ചോ കേട്ടല്ലേ? കേവി ആണെങ്കിലും ടി വി ആണെങ്കിലും ചുമ്മാ ഒരു പറി കൂറ്റിലെ ഓരോ മയിര് കളിയും കൊണ്ട് വന്നോളൂ. എന്തിനാ നോക്കിയിരിക്കുന്നത്? അല്ല കേവിനെ അടി. അവിടെ നിൽക്കുന്നവരെ എല്ലാത്തിനും അടിച്ചു. ഇങ്ങനെ കളിക്കണ്ട. ഇങ്ങനെ പൂറ്റിലെ ഈ മയിര വെച്ചാണ്ട് കളിക്കാൻ പാടില്ല. അത് എന്ത് പൂറാണിത്? ഹോസ്റ്റേജ് കയ്യിലുണ്ടായിട്ടാണ് ടി വി വന്ന് അടിക്കണത്. അതെന്താ ഇവന്മാർക്ക് അറിയില്ലേ? ഒറ്റക്കങ്ങാ റേഡിയോ അങ്ങ് ഇരിയത്. ബാക്കിയെല്ലാം ചത്തുന്നാ പറഞ്ഞത്.
അല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇത് ഭയങ്കര തീട്ട പരിപാടിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ തീട്ട പരിപാടിയാണ്. ഒമാർക്ക് മാത്രം തോന്നിയ പോലെ കളിയും തോന്നി. ഇതൊക്കെ അഡ്മിൻസ് തലന്റെ മുകളിൽ ഉണ്ടായിട്ടാണ് ഈ പരിപാടി. ഇത് കാണുമ്പോ എന്നാ പറയണ്ട നിങ്ങൾക്ക് ഹോസ്റ്റേജ് ഉണ്ട് എന്നുള്ളത്. അല്ല ഇരിക്കണെങ്കിൽ എല്ലാരും പുറത്തിരിക്കേണ്ടി വരും. സിറ്റി സേഫ് സോൺ ആയോ? അപ്പോ സിറ്റി സേഫ് സോൺ ആയോ ഗൈസ്? സിറ്റി സേഫ് സോൺ ആയോ? റീ എൻട്രി ബാൻ കിട്ടുന്നോ? എങ്ങനെ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ടി വി നൈറ്റ് വാറുണ്ടായ സമയം അല്ല ഇപ്പൊ സിറ്റുവേഷൻ എടുത്ത സമയത്താണ് ഞാൻ ഡൗൺ ആയത്. കെ വി നൈറ്റുള്ള ആ സംഭവത്തിന് എനിക്ക് ആ സംഭവം വരൂല. അത് വേറെ സിറ്റുവേഷനാ. മയില് ഈ പൂറ്റിലെ ഈ ഒരു പറി കൊണ്ടുണ്ട എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഇ എം എസും വരൂല. ഇവന്മാരെ ഹോസ്റ്റേജ് ഒക്കെ പൊക്ക ഇ എം എസ് പറന്നു വന്നു. അത് കണ്ടാ നിങ്ങള്? നമ്മൾ ഹോസ്റ്റേജ് എടുക്കാനൊന്നും അല്ല നമ്മളെ ഇതാക്കാനൊന്നും ഒരാളും വരൂല. 15 മിനിറ്റ് അവിടെ ഡെഡ് ആയാണ്ട് നിന്നത്. ഞാൻ ഇത് പറയണമെന്ന് കരുതിയിട്ടല്ല കാശ്, സത്യം പറയാലോ. ഇത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഊമ്പിത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊമ്പിത്തരായിട്ട് സ്പീക്കാണിത്. MVP ആയിട്ട് സെൽത്ത നമ്മുടെ ബോഡി എടുത്തടാ. ഗാംഗോസ് കയറിയിട്ട് പോവാ. അല്ല ഷേക്കിനെ മുസ്ലിം കൊണ്ടുവരാം. ഷേക്കിനെ ഗ്യാമോസ് കൊണ്ടുവരാം. ഷേക്ക് പൊങ്ങിയോ? ഷേക്ക് പൊങ്ങിയോ? ഇല്ല ഷേക്കിനെ ഗ്യാമോസ് കൊണ്ടുവരാം. പിന്നെ വെയിറ്റ് ചെയ്യും. ഷേക്കിനെ ഗ്യാമോസ് കിട്ടും. എടാ ഇറങ്ങടാ ഇറങ്ങടാ എല്ലാം ഇറങ്ങടാ ഇറങ്ങടാ. മയില്